പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ സ്വാന്തന പരിചരണം ആർക്കു വേണ്ടിയാണ് എന്ന ഒരു വാചകം വായിച്ചിട്ടാവാം പലരും ഈ വീഡിയോയിലേക്ക് കടന്നെത്തിയിരിക്കും. മലയാളിയെ സംബന്ധിച്ച് സാന്ത്വന പരിചരണം എന്ന സ്നേഹസ്പർശമുള്ള ഒരു വാക്കിനേക്കാൾ കുറെ കൂടി അടുപ്പം പാലിയേറ്റീവ് കെയർ എന്ന ആംഗലേയ പദത്തോട് തന്നെയാണ്. ഞാനും നിങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ പാലിയേറ്റീവ് കെയർ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം ആരെങ്കിലും ഉന്നയിച്ചാൽ ഉത്തരം ഉറപ്പാണ്. കിടപ്പ് രോഗികൾക്ക് വേണ്ടിയാണ്, പ്രായമായവർക്ക് വേണ്ടിയാണ്, അംഗവൈകല്യം സംഭവിച്ചവർക്ക് വേണ്ടിയാണ്, രോഗികളിൽ പ്രത്യേകിച്ച് ക്യാൻസർ ബാധിതർക്ക് വേണ്ടിയുള്ളതാണ്. അവിടെയെങ്ങും ഒരിടത്തും പാലിയേറ്റീവ് കെയർ എനിക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന ആളുകളെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാവും സംഭവിക്കുക എന്ന് ഉറപ്പാണ്. യൗവനത്തിന്റെ തുടിപ്പും കൗമാരത്തിന്റെ ആവേശവുമൊക്കെ കൂടെ കൂട്ടി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും പാലിയേറ്റീവ് പരിചരണം അല്ലെങ്കിൽ സ്വാന്തന പരിചരണം വേണ്ടിവരില്ല എന്ന ഒരു വലിയ കണക്കുകൂട്ടലിലാണ്, മറ്റാർക്കോ വേണ്ടിയുള്ളതാണ് ഇതെന്ന് ഈ ഏർപ്പാടെന്ന് ചിന്തിക്കുന്നവരാണ് അധികവും. സ്വിറ്റ്സർലൻഡിൽ ഒരു പരിപാടിയുണ്ട്. സ്വിറ്റ്സർലൻഡിലെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. യൗവനത്തിലും കൗമാരത്തിലുമുള്ള ആളുകൾ വാർദ്ധക്യത്തിന്റെ അസ്വസ്ഥതകൾ അലട്ടുമ്പോഴും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവർക്കും ഉൾപ്പെടാവുന്ന ഒരു പദ്ധതി. സാമൂഹ്യ സേവനത്തിൽ എത്ര മണിക്കൂർ സമയം നമ്മൾ വിനിയോഗിക്കുന്നുവോ അത്രയും മണിക്കൂർ സമയം നമുക്ക് സാമൂഹ്യ സേവനവും പരിചരണവും ആവശ്യം വരുന്ന സമയത്ത് സർക്കാർ തിരിച്ചു നൽകുന്ന ഒരു പദ്ധതി സ്വിറ്റ്സർലൻഡിലാണ്. സീനിയർ സിറ്റിസൺസിനെ, മുതിർന്ന പൗരന്മാരെ പരിരക്ഷിക്കുന്ന ആളുകൾക്ക് വരുമാന നികുതി, ഇൻകം ടാക്സിൽ ഇളവ് ചെയ്യുന്ന സിംഗപ്പൂർ സർക്കാർ ഒരുപാട് അകലെയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചുകിട്ടലൊന്നും ഇല്ല എന്ന് ആരെങ്കിലും കരുതിയാൽ അവർക്ക് തെറ്റുപറ്റും. കാരണം സ്വാന്തന പരിചരണ രംഗത്ത് നാം നടത്തുന്ന പരിശ്രമങ്ങൾ നമ്മുടെ സമയവും സമ്പത്തും ആലോചനയും ആരോഗ്യവും ഒക്കെ നേതൃത്വ പാഠവും സംഘാടക മികവും ഒക്കെ ചേർത്ത് വെച്ച് നാം നടത്തുന്ന പരിശ്രമങ്ങളൊക്കെ പരമകാരുണികനായ ദൈവത്തിന്റെ തിരുവെഴുത്തിൽ, പുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന ഉറച്ച ബോധ്യം ഇല്ലാത്തവരായി ആരും ഉണ്ടാവില്ല. എനിക്ക് സാന്ത്വന പരിചരണമൊന്നും വേണ്ടി വരില്ല, ഞാനങ്ങ് മിടുക്കനായി ഇഹലോകവാസം വെടിഞ്ഞ് പോകും എന്നൊക്കെ ചിന്തിക്കുന്നവർ അവരുടെ പഞ്ചായത്തിലെത്തി അവിടുത്തെ മരണ രജിസ്റ്റർ ഒന്ന് പരിശോധിച്ചാൽ ഒരുപക്ഷെ ഞെട്ടിപ്പോകുന്ന കണക്കുകളാവും നിങ്ങളെ കാത്തിരിക്കും. പെട്ടെന്നുള്ള മരണമുണ്ടല്ലോ, അത് കേരളത്തിന്റെ കണക്കനുസരിച്ച് 20% ആളുകൾക്ക് മാത്രം പ്രതീക്ഷിക്കാവുന്നത്. അതത്ര സുഖകരമായ മരണമാണ് എന്ന് കരുതുകയും ചെയ്യരുത്. അപകട മരണങ്ങളടക്കം, പ്രകൃതിക്ഷോഭങ്ങളടക്കം ഉൾപ്പെടുത്തി ഇത്തിരി പോലും ചിന്തയ്ക്ക് വകയില്ലാത്ത, ആലോചനയ്ക്ക് നിമിഷം പോലും സമ്മാനിക്കാത്ത, ഹൃദയാഘാതം പോലുള്ള സാഹചര്യങ്ങളിലൂടെ മരണം വരിക്കുന്ന ആളുകളുടെ എണ്ണമാണ് 20% എന്ന് നമ്മൾ പറഞ്ഞത്. ബാക്കിയുള്ള 80% ആളുകളും അല്പമൊക്കെ കിടന്ന് ഒരുപക്ഷെ സ്വാന്തന പരിചരണത്തിലേക്ക്, പാലിയേറ്റീവ് കെയറിലേക്ക് ഒരു നിക്ഷേപവും നടത്തിയിട്ടില്ലെങ്കിൽ, തിരിച്ചു ചോദിക്കാൻ അർഹതയില്ലാത്തവരാണെങ്കിൽ അല്പമൊക്കെ ബുദ്ധിമുട്ടി മരണത്തെ ഉൾക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കും. കഴിഞ്ഞ ദിവസം ഒരു മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനിടയായി. വീട്ടിലെ ഉള്ള അംഗങ്ങളോട് സംസാരിച്ച്, മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ സംസാരിച്ചിരുന്ന് അതിനിടെ എത്തിയ അയൽവാസിയോട് കുശലാന്വേഷണങ്ങൾ നടത്തി. അയൽവാസി പോയ സമയത്ത് ഇരുന്നൽപ്പം TV കണ്ട് ഇരുന്ന 90 മിനിറ്റ് വാർദ്ധക്യത്തിന്റെ അവശതകളൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നല്ല ഒരു കുടുംബനാഥൻ TV കണ്ടുകൊണ്ടിരിക്കെ അല്പനിമിഷങ്ങൾക്ക് ശേഷം വീട്ടിലുള്ള ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ അദ്ദേഹം നിത്യയാത്ര ആയിരുന്നു. മരണം കൊണ്ട് പോലും അസൂയപ്പെടുത്തുന്ന ഒരു സാഹചര്യം മറ്റുള്ളവർക്ക് സമ്മാനിച്ചുകൊണ്ട് കടന്നുപോയ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നെത്തുമ്പോൾ ഈ ഒരു സാന്ത്വന പരിചരണത്തിൽ സ്വന്തം വീട്ടിൽ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ അടുത്തറിയുമ്പോഴാണ് ദൈവത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന് വലിയൊരു ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു.
ആവശ്യം വന്നപ്പോൾ ആ ഡിപ്പോസിറ്റ് വിത്ഡ്രോ ചെയ്യാനുള്ള, പിൻവലിക്കാനുള്ള വലിയൊരു അവസരം അദ്ദേഹത്തിന് കിട്ടി എന്ന് ഉറപ്പാകും. അങ്ങനെ ഒരിടങ്ങളിലും ഒരുപക്ഷെ പോയിട്ടുണ്ടാവില്ല ഇതിനു വേണ്ടി. എന്നാൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെടുത്തി നടത്തിയ സാന്ത്വന പരിചരണത്തിന്റെ നിക്ഷേപത്തെ നല്ല ദൈവം തിരികെ കൊടുത്തത് ഒരിത്തിരി പോലും ബുദ്ധിമുട്ടില്ലാതെ തിരുസന്നിധിയിലേക്ക് യാത്രയാവാനുള്ള വലിയൊരു വിളിയിലൂടെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾ, നമ്മൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ, നമ്മൾ നടത്തുന്ന സാന്ത്വന പരിചരണം നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ നൽകുന്ന ഒരു ഡിപ്പോസിറ്റാണ്. ആ ഡിപ്പോസിറ്റ് നമുക്ക് കൂട്ടത്തോടെ പിൻവലിച്ച് അവശ്യ നേരങ്ങളിലും അത്യാവശ്യ ഘട്ടങ്ങളിലും വിനിയോഗിക്കാൻ കഴിയുന്നു എന്ന് അറിയുന്നിടത്താണ് സാന്ത്വന പരിചരണത്തിന്റെ വലിയൊരു സാധ്യത നമുക്ക് മുമ്പിൽ നിൽക്കുക. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് സാന്ത്വന പരിചരണം. ഇനി ആരാണ് നമ്മുടെ സാന്ത്വന പരിചരണം ആഗ്രഹിക്കുന്നതെന്നല്ലേ? കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ ഇടത്തെ വീട്ടിലേക്ക്, വലത്തെ വീട്ടിലേക്ക്, മുകളിലുള്ള വീട്ടിലേക്ക്, താഴെയുള്ള വീട്ടിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അവിടെയൊക്കെ നമ്മുടെ അല്പ സംസാരം, നമ്മുടെ ഒരു കൊച്ചു കൈത്താങ്ങ്, നമ്മുടെ ഒരു ചെറിയ പിന്തുണ, നമ്മുടെ ഒരു സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന കാര്യം നമുക്ക് ബോധ്യമാണ്. നമ്മുടെ ഒരു പഞ്ചായത്തിൽ മാത്രം 700 മുതൽ 1500 വരെ കിടപ്പു രോഗികൾ, ചുവരുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്ന ആളുകളുണ്ട് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നിടത്ത് ലോകത്താണ് സാന്ത്വന പരിചരണം ആർക്കു വേണ്ടിയാണ് എന്ന് നാം ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യണം. നമുക്ക് വേണ്ടി തന്നെയാണ്, മറ്റാർക്കും വേണ്ടിയല്ല. ഞാൻ കിടപ്പിലാകുമ്പോൾ എൻ്റെ അരികത്തൊന്ന് വന്നിരിക്കാൻ, എന്നോട് അല്പം ആശ്വാസ വാക്കുകൾ പറയാൻ, ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷ സമ്മാനിക്കാൻ, ശുഭപ്രതീക്ഷയിൽ നാളെയിലേക്ക് ഉണർന്ന് എഴുന്നേൽക്കാൻ ഒക്കെ ആരെങ്കിലും ഉണ്ടാവണ്ടേ? തീർച്ചയായും അതിനുള്ള ഒരു നിക്ഷേപം നടത്താൻ നിങ്ങൾക്ക് ചുറ്റിലും ഒരുപാട് സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കും. വോളണ്ടിയർ ഹോം കെയറുകൾ, നേഴ്സിംഗ് ഹോം കെയറുകൾ ഒക്കെ സാങ്കേതിക പദങ്ങളാണെങ്കിലും അടുത്ത വീട്ടിൽ പോയിരുന്ന് അല്പമൊന്ന് സംസാരിക്കുമ്പോൾ നാം നടത്തുന്ന ആശ്വാസത്തിന്റെ വലിയൊരു സമ്മാനമുണ്ടല്ലോ, ഒരു ആശ്വാസത്തിന്റെ വലിയൊരു കൈമാറ്റമുണ്ടല്ലോ. അത് തന്നെയാണെന്ന് ഈ സാന്ത്വന പരിചരണം. അതുകൊണ്ട് നമുക്ക് വേണ്ടി, നാളെയിലേക്ക് വേണ്ടി ഒരു നിക്ഷേപം നടത്താം. കിടപ്പിലാവുമ്പോൾ, ചുവരുകൾക്കുള്ളിൽ ഒരു ജീവിതം എരിഞ്ഞു തീരാറാവുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അരികിലേക്ക് നാം കടന്നെത്തുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന വലിയൊരു സന്തോഷമുണ്ടല്ലോ. നമ്മുടെ സമയത്തിന് ഇത്തിരി ഭാഗം ഒന്ന് മാറ്റിവെച്ചതിൻ്റെ, ഒരു ആത്മാർപ്പണത്തിന്റെ ഒരു വലിയ സന്തോഷം.